നമ്മുടെ സിയാസ് കരീമിനെതിരെ പുതിയൊരു നടുക്കുന്ന ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ബിഗ് ബോസ് വിന്നറായ അനുമോളുടെ കയ്യിൽ നിന്ന് ഏകദേശം 1,40,000 രൂപ സിയാസ് കരീം മേടിക്കുന്നു, അതായത് മേടിച്ചു എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ്. സിയാസ് കരീമിൻ്റെ ശബ്ദ സന്ദേശമാണ്. അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഈ വരുന്ന വാർത്തയൊക്കെ സത്യമാണോ അല്ലെങ്കിൽ സിയാസ് കരീമിന് കൊടുക്കുന്നതാണോ, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. പൊന്നു മനുഷ്യന്മാരെ, ഇന്ന് രാവിലെ തൊട്ട് ഞാനും നിങ്ങളും കേൾക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ്. സിയാസ് കരീം ഒരു ഉമ്മയുടെ കയ്യിൽ നിന്ന് നിരവധി പൈസ മേടിച്ചു. അതിനുശേഷം ആ പൈസ ചോദിക്കുമ്പോൾ ആ ഉമ്മയുമായി ശാരീരികമായി ബന്ധപ്പെട്ട ചില ഫോട്ടോസ് സിയാസ് കരീമിൻ്റെ കയ്യിലുണ്ട്. അത് സിയാസ് കരീം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞങ്ങൾ മലയാളികളാണ്. ഇത്തരത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണോ? പൊന്നു മനുഷ്യന്മാരെ, സിയാസ് കരീം പൈസ മേടിച്ചിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. അതൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഏതോ ഒരു ജിമ്മിൽ എന്തോ ഒരു പണിക്ക് വേണ്ടിയിട്ട് പൈസ മേടിച്ചു. ഒരു പക്ഷേ ഈ ഉമ്മ, പൈസ കൊടുത്ത ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയെ പാർട്ട്ണർ ഷെയറിങ്ങിനായിട്ടുണ്ടാവും ചിലപ്പോൾ പൈസ മേടിച്ചത്. എന്നാൽ മനുഷ്യന്മാരല്ലേ, ഒരു കാര്യം പറയാം, ഞാനിവിടെ സിയാസ് കരീമിനെ വെളുപ്പിക്കുന്നതല്ല. അതായത് ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ, ഒരു 50 ലക്ഷത്തിൻ്റെ ഒരു ഷോപ്പ് ഞാനിട്ടു. ആ ഷോപ്പിൽ 1 രൂപ പോലും കച്ചവടം വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ വലിയ ദുരന്തത്തിലാണ് ആ ഷോപ്പ് പോകുന്നത്. നിങ്ങൾ ചിന്തിക്കൂ, കറണ്ട് ബില്ല് കെട്ടണം, സാലറി കൊടുക്കണം, ഒന്നിനും 1 രൂപ പോലും ലാഭം കിട്ടുന്നില്ല ആ ഷോപ്പിൽ. 50 ലക്ഷമാണ് ചിലവായത്. 4-5 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഷോപ്പിൽ കച്ചവടം വരാതെ നട്ടം തിരിയുന്ന സമയത്ത് ഷെയർ ഉടമകൾ എന്നോട് പൈസ താന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്നാണ് പെട്ടെന്ന് എടുത്തു കൊടുക്കേണ്ടത്? ഞാൻ പറയില്ലേ, കുറച്ച് സമയം വേണം, അത് വേണം, ഇത് വേണം. സിയാസ് കരീമിൻ്റെ വിഷയത്തിൽ ഇവിടെ അതുമാത്രമാണ് സംഭവിച്ചത്. നിങ്ങൾ തന്നെ, ഞാൻ ഇന്നലെ സിയാസ് കരീം ഇട്ട വീഡിയോ ഞാൻ ഒന്നും കൂടി വെക്കുന്നില്ല, നിങ്ങളെല്ലാവരും കേട്ടതാണ്. സിയാസ് കരീമിൻ്റെ ഉമ്മയുടെയും പെങ്ങളുടെയും സ്വർണ്ണമാല ഈ പറയുന്ന ഉമ്മ, അതായത് സിയാസ് കരീമിൻ്റെ ഉമ്മയല്ല, പരാതി കൊടുത്ത ഉമ്മ വാങ്ങിച്ചിട്ടുണ്ട്, വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ടോക്കും നമുക്കിടയിലുണ്ട് സിയാസ് കരീം വിഷയത്തിൽ. ഇവിടെ സംഭവിച്ചത്, സിയാസ് കരീം പൈസ മേടിച്ചിട്ടുണ്ട്, സത്യം തന്നെയാണ്. തിരിച്ചു കൊടുക്കാൻ ഇത്തിരി സമയം വേണം. കാരണം അവിടെ ആ ഒരു സ്ഥാപനത്തിൽ കച്ചവടമില്ലയോ, എന്തോ ഒരു ദുരന്തത്തിലാണ് നമ്മുടെ സിയാസ് കരീം ഉള്ളത്. ആ ഒരു സത്യം നിങ്ങൾ അറിയണം. ആ പൈസ സിയാസ് കരീം നാളെ തരാം, മറ്റന്നാൾ തരാം, അങ്ങനെ പറയും. മനുഷ്യന്മാരല്ലേ, പറഞ്ഞോളും. അങ്ങനെ പറയുമ്പോൾ ഈ ഉമ്മ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പോയി പരാതി കൊടുക്കുന്നത് വളരെ വളരെ തെറ്റാണ്. എൻ്റെ ഉമ്മ, പെൺകുട്ടികളോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ പരാതി കൊടുക്കണം. സിയാസ് കരീം പൈസ തന്നിട്ടില്ല, അല്ലെങ്കിൽ അൽത്താഫ് പൈസ തന്നിട്ടില്ല, ഞങ്ങൾ പീഡിപ്പിച്ചു എന്ന് പെണ്ണ് കേസും കൂടി നിങ്ങൾ കൊടുക്കുന്നത് തെറ്റ് തന്നെയാണ്. അഥവാ ആ ഉമ്മയെ സിയാസ് കരീം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ കോടതിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സിയാസ് കരീം ശിക്ഷിക്കണം. സിയാസ് കരീം ശിക്ഷിക്കണ്ട ഒന്നും ഞാൻ പറയുന്നില്ല. അത് നമുക്ക് എന്തായാലും ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ട് നോക്കാം. അതായത് അനുമോളുടെ കയ്യിൽ നിന്ന് സിയാസ് കരീം പൈസ മേടിക്കുന്ന ഓഡിയോ ക്ലിപ്പ്. അതിനുശേഷം എന്താണ് അഖിൽമാരാർക്കുള്ള പ്രശ്നം, സിയാസ് കരീമിനോട് അഖിൽമാരാർക്കുള്ള പ്രശ്നം എന്തെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് കുറച്ച് കടമൊക്കെ വന്നോണ്ടാ. അനുമോൾക്ക് ഒരു 1,40,000 രൂപ എന്തായാലും അയക്കേ. 10 ഒരുമിച്ചിട്ടാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് കൂടെ തുടങ്ങും. അതാ ഞാൻ പറഞ്ഞത്. ആ 2 തന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാഹ് അത് ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ എന്റെ 20 ലക്ഷം രൂപയില് തീർക്കണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞ. ഇൻഷാ അല്ലാഹ് അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തേ ഉള്ളൂ. അത് ഓക്കെ ആവാൻ മനസ്സ് പറയണം. ബാക്കി ഇച്ചിരി ടൈറ്റ് വരിയിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാഹ് റെഡിയാക്കി എടുക്കണം. എന്തായാലും എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടയ്ക്കണം. ജിമ്മോടെ കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും? ATM-ൽ നിന്ന് 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്. ഓക്കെ, ഇവിടെ സിയാസ് കരീം അനുമോളുടെ കയ്യിൽ നിന്ന് ഇത്ര 1,40,000 മേടിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സിയാസ് കരീമിൻ്റെ നിലവിലെ അവസ്ഥ വളരെ വളരെ ഗുരുതരമാണ്. എന്താണ് അതിനുള്ള കാരണം? പൊന്നു മനുഷ്യന്മാരെ, സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഒന്നാമത് ചെലവിൻ്റെ കാര്യത്തിൽ എത്ര പൈസ ഉണ്ടെങ്കിലും മതിയാവാത്തൊരവസ്ഥയാണ്. അതായത് ഇപ്പോൾ ഒരു സാധാരണക്കാർ, നമ്മളെപ്പോലുള്ളവർ ഒരു ദിവസം ഒരു 500 രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റികൾക്ക് അത് 15,000 ചിലവാക്കണം. നിങ്ങൾ പറയും, ഇന്ന് ഡിമാൻഡല്ലേ, എന്തിനങ്ങനെ ചിലവാക്കുന്നു? അത് ചിലവാക്കേണ്ടി വരുന്നുണ്ട് പുനമനുഷ്യന്മാർ, ഇല്ലെങ്കിൽ അവരുടെ റേഞ്ചിനത് ബാധിക്കുന്നുണ്ട്. സിയാസ് കരീം സത്യം പറഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിലാണ്.
നമുക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങേർക്ക് എന്തെന്നാലും ഉദ്ഘാടനം മറ്റേ ഈ സ്റ്റേജ് പ്രോഗ്രാമിലേക്കൊക്കെ പോയാൽ ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ടെന്ന്. അങ്ങനെ ഒന്നുമില്ല. മനുഷ്യന്മാരാണ്, എല്ലാവർക്കും ആപത്ത് സംഭവിക്കും. അപ്പോൾ എന്താണ് അഖിൽ മാരാർക്കും ഈ പറയുന്ന സിയാസ് കരീമിനും തമ്മിലുള്ള പ്രശ്നം? അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. പൊന്നു മനുഷ്യന്മാർ, ബിഗ് ബോസ് സീസൺ 7 ഈ പറയുന്ന അനീഷ് ജയിക്കുമെന്നൊരു ഘട്ടം വന്ന സമയത്താണ് അഖിൽ മാരാർ അനുമോൾക്ക് സപ്പോർട്ടുമായി രംഗത്ത് വന്നത്. അതായത് എല്ലാവരും അനുമോൾക്ക് വോട്ടിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന അഖിൽ മാരാർ അനുമോളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന അനുമോൾ ബിഗ് ബോസിൽ വിന്നറാവുന്നു. ബിഗ് ബോസിൽ വിന്നറായ അനുമോൾ ആ സമയത്ത് തന്നെ അഖിൽ മാരാർ പോസ്റ്റ് ഇടുന്നു. അഖിൽ മാരാർ 10-20 സ്റ്റോറി ഇടുന്നു. എന്തിനു വേണം ഈ പറയുന്ന അനുമോള് വിന്നറായിട്ട് പുറത്ത് വന്ന ആ ഒരു സമയത്ത് അവിടെ ഈ പറയുന്ന അഖിൽ മാരാർ ഓടുകയാണ്, അനുമോളെ കാണുകയാണ്. അനുമോൾ വിന്നായി എന്നറിയുമ്പോൾ അനുമോൾക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ്. വേറെ ബന്ധമൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അഖിൽ മാരാർക്ക് വേറെ കുട്ടികളുണ്ട്, വൈഫുണ്ട്. ആ ബന്ധമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ പറയുന്ന അനുമോളോട് നല്ല സ്നേഹം, അനുമോളോട് ബിഗ് ഫാൻ ആയിരിക്കും അഖിൽ മാരാർ. എന്നാൽ ഈ പറയുന്ന അനുമോൾ പുറത്ത് വന്ന ആ സമയം തൊട്ട് സിയാസ് കരീമിൻ്റെ ഒപ്പമാണ്. സിയാസ് കരീമിൻ്റെ ഒപ്പം പോകുന്നുണ്ട്, ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ ഉദ്ഘാടനത്തിനും ആ സമയത്ത് ബിഗ് ബോസ് സമയത്താണ് ഫൈസൽ മലബാറിൻ്റെ വീട് ഉദ്ഘാടനമായത്. ആ സമയത്തൊക്കെ അനുമോൾക്കൊപ്പം സിയാസ് കരീമാണ് പോയത്. ഇത് അഖിൽ മാരാർക്ക് നല്ല കുരു പൊട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതായത് ഈ പറയുന്ന അഖിൽ മാരാർ വിചാരിച്ചത് ബിഗ് ബോസിലെ 5ാമത്തെ വിന്നറും 7ാമത്തെ വിന്നറുമായ ഞങ്ങൾ തമ്മിൽ, അതായത് ഞങ്ങൾ പോയിട്ട് ഉദ്ഘാടനം ചെയ്യും, ഞാൻ സോഷ്യൽ മീഡിയയിൽ നിറയുമെന്നാണ് അഖിൽ മാരാർ വിചാരിച്ചത്. അനുമോൾക്കൊപ്പം ഞാനുണ്ടാവുമെന്നാണ് അഖിൽ മാരാർ വിചാരിച്ചത്. എന്നാൽ ഈ പറയുന്ന അനുമോൾക്ക് അഖിൽ മാരാരെ കണ്ടാലാവുന്നില്ല. സിയാസ് കരീമിൻ്റെ ഒപ്പമാണ് നമ്മുടെ അനുമോൾ പോയത്. അതാണ് ഈ പറയുന്ന അഖിൽ മാരാർക്ക് തീരാത്ത പക സിയാസ് കരീമിനോട് ഉള്ളത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഇവരുടെ സ്റ്റോറി ലൈൻ കാണുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നീട് ബീഫിൻ്റെ വിഷയം വന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് സിയാസ് കരീമിനെ വന്നത്. അപ്പോൾ ഈ പെണ്ണ് കേസിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയാം, നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പിലും ഈ പറഞ്ഞ സിയാസ് കരീം മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങൾ കേട്ടിട്ടില്ല. അതായത് റൂമിലേക്ക് വാ, മറ്റത് ചെയ്യാം, മറിച്ച് ചെയ്യാം, അങ്ങനെ ഒന്നും ഇവിടെ സിയാസ് കരീം പറയുന്നില്ല. സിയാസ് കരീം പറയുന്നത് കഷ്ടമാണ്, പൈസയുടെ വിഷയമാണ്. അതായത് പൈസ യുവതിയിൽ നിന്നും സിയാസ് കരീം മേടിച്ചിട്ടുണ്ട്. ചുമ്മാ തട്ടിയെടുത്ത പൈസ ഒന്നുമല്ല. ഒരു പക്ഷേ പാർട്ട്ണർഷിപ്പ്, നമുക്കതിൻ്റെ വിവരം കിട്ടിയിട്ടില്ല. അതായത് ഒന്നെങ്കിൽ ജിമ്മിലെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ കടമായിട്ടായിരിക്കും. എങ്ങനെയോ സിയാസ് കരീം പൈസ മേടിച്ചിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാൻ സിയാസ് കരീമിന് സമയം വേണം. അങ്ങനെ തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം എന്നൊക്കെ പറയുമ്പോൾ ഈ ഉമ്മ ഒരു ഫേസ്ബുക്കിൽ നല്ലോണം വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉമ്മയുടെ ഐഡിയ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഉമ്മക്ക് സബറിയില്ല. ഉമ്മ ഈ പറയുന്ന സിയാസ് കരീമിൻ്റെ എല്ലാ ഓഡിയോ ക്ലിപ്പും വോയിസ് ക്ലിപ്പും ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ. ഈ കേസ് പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അതൊക്കെ പക്ക ഫേക്കായിട്ടുള്ള വാർത്തയാണ്. പൈസ മേടിച്ചിട്ടുണ്ട്, സിയാസ് കരീം കൊടുക്കുക തന്നെ ചെയ്യും. അതിന് പീഡനത്തിൻ്റെ കേസ് ഇടുന്നത് വളരെ വളരെ തെറ്റാണ്. ഏറ്റവും അവസാനം വന്ന വാർത്തയുടെ ക്ലിപ്പും കൂടി കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നണം നീ ആരുമില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ പഞ്ചല്ല, മോന്തക്കിട്ട് അടിക്കൂട്ടോ. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. എനിക്ക് ഞാനും എൻ്റെ കുടുംബം പിന്നെ ആരുള്ള നീ അത് പറയാം. ഇക്കുന്നൊക്കെ പുറത്ത് ആരുടെ മുമ്പിൽ വെച്ച് വിളിക്കുന്നുണ്ടാ. ഓക്കെ, ഷിയുന്നില്ല, ഷിയു. എൻ്റെ നല്ലതിലും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, കാണലായിട്ടും. അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ് അത്രയുണ്ട്. ഞാനങ്ങനെ ഒന്നുമില്ല, അത് ഒഴിവാക്കണതിന് അത് നിന്നെ ഭയങ്കര കാര്യമാണ്. ഉമ്മാനെ പോലെയാണ് ഭയങ്കര ഇഷ്ടമാണ്. നീ മഹറൊന്നും പറയണ്ട. നീ ഒരു 10 ലക്ഷം രൂപ നീ എനിക്കത് വേണ്ട, ഒരാവശ്യമുണ്ട് 10 ലക്ഷം രൂപ എന്നാണ് ചെയ്യും. അത് ജിമ്മ് എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിൻ്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നീ എന്തായാലും ചെയ്തു തന്നെ ഉള്ളൂ. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. അതിനിടെ ലൈംഗിക പീഡനത്തിനും സാമ്പത്തിക ചൂഷണത്തിനും പാലാരിവട്ടം പോലീസ് കേസെടുത്തു. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ഷിയാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഷിയാസ് കരീമിന്റെ പ്രതികരണം. നമുക്ക് ഷിയാസിന്റെ പ്രതികരണം കൂടി കേൾക്കാം.
ഈ സ്ത്രീക്ക് ഒരു 60 ഒരു വയസ്സുണ്ട്. കാര്യം പറയാം, 1000 ഓഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഒന്നും ഞാൻ വെക്കുന്നില്ല. ഇത് ഒരു ഓഡിയോ ക്ലിപ്പിലും സിയാസ് കരീം പീഡന വീരനാണെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കാണ്ട്, എന്തിനുമാണ് ഒരു ഭീഷണി പോലും. സിയാസ് കരീം പറയുന്നത് ഇൻഷാ അല്ലാഹ് ശരിയാവും, മറ്റന്നാൾ ശരിയാവും, മറ്റന്നാൾ ബിസിനസ് അല്ലേ പൊന്നു മനുഷ്യന്മാരെ. ബിസിനസ് ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും, അതിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി കൊടുക്കുന്നത് വളരെ വളരെ തെറ്റെന്ന് അതിജീവിതയോട് ഞാൻ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ബൈ.